കാലം അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരുന്നു. പരിശുദ്ധ ഇസ്ലാമിൻ്റെ കരുത്തുറ്റ ശബ്ദകോശവുമായി മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ബത്ലഹേമിൽ അവതരിപ്പിക്കപ്പെട്ടു. തുടർന്ന് പലരും ഈ വിശുദ്ധ ഗേഹത്തിൻ്റെ ചെങ്കോലേന്തി. സത്യവും മിഥ്യയും, നീതിയും അനീതിയും പരസ്പരം ഏറ്റുമുട്ടി. കാലചക്രം വീണ്ടും കറങ്ങി. ഇപ്പോൾ ഫലസ്തീൻ പൂർണ്ണമായും അവിശ്വാസികളുടെ കരങ്ങളിലാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് വീണ്ടും ആ പുണ്യഗേഹത്തിൻ്റെ മോചനം സാധൂകരിച്ചു. കണ്ണീർ മഴകളും നിണച്ചാലുകളുമില്ലാത്ത ദിനരാത്രങ്ങൾ പൂമട്ടുപോലെ വിടർന്നുകൊണ്ടേയിരുന്നു. 1099 ജൂലൈ മാസം 15 ക്രിസ്തീയ ഭീകരന്മാർ ഖുദ്സിനെ വീണ്ടും ആക്രമിച്ചു. കുരിശുവാഹകർ തീർത്ത ചുടുചോരച്ചാലുകളിലൂടെ മറുകര പറ്റാൻ മുസ്ലിം സൈന്യത്തിന് കഴിഞ്ഞില്ല. നീണ്ട 88 വർഷക്കാലം അവിശ്വാസികൾ ആ കിരാതവാഴ്ച തുടർന്നുകൊണ്ടേയിരുന്നു. ആ ഇടക്കാണ് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രപ്രയാണം ആരംഭിക്കുന്നത്. 1187 വിശുദ്ധ ദേശവും ബൈത്തുൽ മുഖദ്ദസും മുസൽമാന്റെ കരങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നു. അടിപതരാതെ പൊരുതണം ഇസ്രാഈലിൻ പടയോടെ, അഹദവൻ ദീനിനെ കാത്തിടുവാനായി ഇന്നും ഉശിരോടെ. അസ്ഹാബുൽ ബദറിന്റെ ഓർമ്മകളെത്തും കൽബിൽ കരുത്തോടെ, അജബുകൾ വിതരണം പാരിടമാകെ ഈമാൻ നിറവോടെ. അടിപതരാതെ പൊരുതണം ഇസ്രാഈലിൻ പടയോടെ, അഹദവൻ ദീനിനെ കാത്തിടുവാനായി ഇന്നും ഉശിരോടെ. അസ്ഹാബുൽ ബദറിന്റെ ഓർമ്മകളെത്തും കൽബിൽ കരുത്തോടെ, അജബുകൾ വിതരണം പാരിടമാകെ ഈമാൻ നിറവോടെ. ഫലസ്തീനിൻ മണ്ണിൽ നിന്നും തുരത്തണം അവരെ, പരിശുദ്ധ ദീനിൻ ഇസ്സത്തുയർത്തണം തുടരെ. പതിയേറാം ജനതയിൽ സലാമെത്തുന്നവരെ, അടിപതരാതെ പൊരുതണം ഇസ്രാഈലിൻ പടയോടെ, അഹദവൻ ദീനിനെ കാത്തിടുവാനായി ഇന്നും ഉശിരോടെ. അസ്ഹാബുൽ ബദറിന്റെ ഓർമ്മകളെത്തും കൽബിൽ കരുത്തോടെ, അജബുകൾ വിതരണം പാരിടമാകെ ഈമാൻ നിറവോടെ. കിബ്രനാം ഫറവയെ നശിപ്പിച്ച കഥയും, കാറൂരിൻ അഹങ്കാരം നിലച്ചുള്ള വ്യതയും, കാലത്തിൻ ചരിതങ്ങൾ പഠിപ്പിച്ച കഥയും, അടിപതരാതെ പൊരുതണം ഇസ്രാഈലിൻ പടയോടെ, അഹദവൻ ദീനിനെ കാത്തിടുവാനായി ഇന്നും ഉശിരോടെ. അസ്ഹാബുൽ ബദറിന്റെ ഓർമ്മകളെത്തും കൽബിൽ കരുത്തോടെ, അജബുകൾ വിതരണം